ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂലി സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലോകേഷ് കനകരാജിൻ്റെ കൈതി, മാസ്റ്റർ, വിക്രം, ലിയോ ഈ സിനിമകളെല്ലാം വെച്ച് നോക്കുമ്പോൾ കൂലി ഇദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം. പ്രതീക്ഷിച്ചത്ര ഹൈപ്പൊന്നും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രജനിയെ ഇഷ്ടം ഉള്ളവർക്ക് പോയി സിനിമ കാണാം എന്ന് മാത്രം. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ജയിലറൊക്കെയാണ് ഇടയ്ക്ക് ഓർമ്മ വന്ന് പോയത്. സിനിമയുടെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. തൻ്റെ ഫ്രണ്ടിനെ കൊന്നവരോട് പ്രതികാരം വീട്ടാൻ പോകുന്ന നായകൻ. സിനിമ ഫുൾ കണ്ടിറങ്ങുമ്പോൾ ഇത് ലോകേഷിൻ്റെ സിനിമ തന്നെയാണോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് വെറും സ്വാഭാവികം മാത്രം. എന്നാൽ അഭിനയിച്ചവരുടെ കാര്യം നോക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് നമ്മുടെ മലയാളത്തിലെ മുത്തായ സോബിനെ തന്നെയാണ്. അത്രയും നന്നായി ആ കഥാപാത്രമായി അദ്ദേഹം ജീവിച്ചു എന്ന് തന്നെ പറയാം. സോബിൻ്റെ ഭാര്യയായി വന്ന പെൺകുട്ടിയും നന്നായി ചെയ്തിട്ടുണ്ട്. അടുത്തതായി മെയിൻ വില്ലനായി വന്ന നാഗാർജുൻ, എൻ്റെ പൊന്നി ഒരു രക്ഷയുമില്ല. പുള്ളിക്കാരൻ തൻ്റെ ഭാഗം വളരെ നന്നായി ചെയ്തു എന്ന് തന്നെ പറയാം. വില്ലന്മാർ അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ രജനി സാറിൻ്റെ മാസ് ഡയലോഗ്, ഫൈറ്റ്, ഓൾഡ് സീൻ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അദ്ദേഹം എല്ലാ സിനിമയിലും പോലെ തന്നെ ഈ സിനിമയിലും അത്യാവശ്യം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ആകെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെയാണ്. കാര്യം പറയാനുള്ളത് അമീർ ഖാനെ പറ്റിയാണ്. സിനിമയുടെ അവസാനം എന്തിനാണ് അങ്ങനൊരു സീൻ എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. അമീർ ഖാൻ റോളക്സിൻ്റെ ക്യാരക്ടർ പോലെ വില്ലൻ ക്യാരക്ടറായി വന്നിരുന്നെങ്കിൽ കൂടി ഒരുപക്ഷെ സൂപ്പറായിനെ. എന്നാൽ ഇത് അദ്ദേഹത്തെ ഒരു കോമഡി പീസാക്കിയ പോലെ എനിക്ക് തോന്നി. എന്നാലും 4 പട്ടികളെ കൂട്ടി വന്ന് അദ്ദേഹത്തിൻ്റെ പട്ടി ഷോയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയിൽ ലോജിക് നോക്കാൻ പറ്റില്ല. ഒന്നാമതായി സിനിമയിൽ രജനി 3 പെൺകുട്ടികളിൽ ഏതാണ് തൻ്റെ മകൾ എന്നറിയുവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹം 30 വർഷത്തിന് മുൻപ് തൻ്റെ ഭാര്യയെ വിട്ടിട്ട് പോയിട്ടുണ്ടാവും. ആ 3 പെൺകുട്ടികളിൽ ശ്രുതിഹാസനാണ് 29 വയസ്സ്. അപ്പോൾ ശ്രുതിഹാസനാണ് രജനിയുടെ മകൾ എന്ന് എത്ര പൊട്ടന്മാർക്ക് ചിന്തിച്ചാലും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ രജനിക്ക് അത് അറിയില്ല എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. രണ്ടാമതായി ഫ്ലാഷ് ബാക്കിൽ വന്ന നാഗാർജുന് ഒരു 16 വയസ്സൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷം രജനിയുടെ മകളുടെ വയസ്സിൽ തന്നെ നാഗാർജുന് ഒരു മകൻ ഉണ്ടാവുന്നതായി കാണിക്കുന്നു. ഇതെല്ലാം ഏത് ലോജിക്കിലാണ് എടുത്തതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഒരു പക്ഷേ 16 വയസ്സ് കഴിഞ്ഞ ഉടൻ തന്നെ നാഗാർജുൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. മൂന്നാമതായി ആ ഇലക്ട്രിക് ചെയർ സത്യരാജനല്ലാതെ വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സോബിൻ്റെ ഭാര്യയായ പെൺകുട്ടി വളരെ സിമ്പിളായി അത് ഓപ്പറേറ്റ് ചെയ്ത് ചാർലിയെ കൊല്ലുന്നുണ്ട്. നാലാമതായി ക്ലൈമാക്സിൽ വരുന്ന അമീർ ഖാൻ ഇത്രയും വർഷങ്ങളായി രജനിയെ ഇന്ത്യ മുഴുവൻ തിരയുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ രജനി സാർ അതേ വിശാഖപട്ടണത്തിൽ തന്നെ ദേവ മാൻഷൻ എന്ന ബോർഡും തൂക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകളുമായി അവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, എന്തിനാണ് രജനിയെ 30 വർഷമായി ഓഫ്ലൈനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്? സത്യരാജ് എന്തുകൊണ്ടാണ് രജനിയോട് കാലങ്ങളായി മിണ്ടാതിരുന്നത്? രജനിയുടെ മകളെ തൻ്റെ മകളായി സത്യരാജ് എന്തിനാണ് വളർത്തിയത് എന്നെല്ലാം ഈ സിനിമയിൽ ഒരുപാട് ലോജിക് മിസ്റ്റേക്സ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇത് ലോകേഷിൻ്റെ സിനിമ തന്നെയാണോ എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നത്. എന്തായാലും സിനിമ പ്രതീക്ഷിച്ച അത്ര പോരാ എന്ന് എനിക്ക് തോന്നി. പിന്നെ ജസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ എന്നുള്ള നിലയ്ക്ക് ഒന്ന് പോയി കാണാം എന്ന് മാത്രം. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.